നമ്മൾ ഇപ്പോൾ ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം സിനിമ തുടങ്ങിയ കാലം തൊട്ടേ ഉള്ള ഒരാളാണ് ചിദംബരനാഥൻ. പഴയ ആൾക്കാരെ അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും മദ്രാസിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പോണ സമയത്ത് ഒന്നിലേ അവർ കാണില്ല, അല്ലെങ്കിൽ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യം കാണില്ല. അങ്ങനെയൊക്കെ പലരെയും മിസ്സായി പോകുന്നുണ്ട്. അതാവാതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ മിസ്റ്റർ ചിദംബരനാഥനെ നമുക്ക് പരിചയപ്പെടാം. സാറിൻ്റെ ആദ്യകാല പാട്ടുകൾ ഏതൊക്കെയാണ്? തമിഴിലാണോ മലയാളത്തിലാണോ? അതായത് 47 തോന്നുന്നു, നമ്മുടെ ഉദയ സ്റ്റുഡിയോൻ്റെ ആരംഭകാലത്ത് ഉദയ സ്റ്റുഡിയോയിലാണ് തുടങ്ങിയത്. അപ്പോൾ ഞാനിവിടെ മദ്രാസിൽ എസ് വി വെങ്കട്ടരാമയ്യരുടെ 3rd അസിസ്റ്റൻ്റ് ആയിരുന്നു അന്ന്. അപ്പോൾ സിംഗളപ്പടം ഒക്കെ വരുമ്പോൾ എനിക്ക് മലയാളം എഴുതാൻ വായിക്കാൻ അറിയാം. അപ്പോൾ സിംഗള വേർഡ്സ് നന്നായിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പാടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടും ഞാൻ വേണ്ടിയിരുന്നു. അപ്പോൾ CN പാണ്ഡുരംഗൻ, പിന്നെ എസ് വി വെങ്കട്ടരാമയ്യർ, ഇവരൊക്കെ അവരുടെ ഒരു 3rd അസിസ്റ്റൻ്റ്. പിന്നെ വേറൊരു വിശേഷം എന്താന്ന് പറഞ്ഞാൽ ഈ നൊട്ടേഷൻ എഴുതുക എന്നുള്ളതില്ലേ, അമ്മ താല ലാ ല ല പാത പ മഗ മ പ എന്ന് ഞാൻ എഴുതും ചെറുപ്പത്ത് മുതലേ. കാരണം എൻ്റെ അച്ഛൻ വലിയൊരു സംഗീത വിദ്വാനാണ്. BK അരുണാചലൻ എന്ന് പറയും, ഭൂതപ്പാണ്ടിയിലെ. ഒരുപാട് ആൾക്കാർ KV മഹാദേവൻ, NSK എല്ലാം അച്ഛൻ്റെ ശിഷ്യന്മാരാണ് അക്കാലത്ത്, TK ബ്രദേഴ്സ് ഇവരെല്ലാം. അപ്പോൾ ചെറുപ്പകാലത്തിലെ ഒരുപാട് പിന്നെ സംഗീതം കേട്ട് ശീലിച്ചതുകൊണ്ട് ഈ നൊട്ടേഷൻ എഴുതാനൊക്കെ അച്ചുട്ടിയുടെ അച്ഛൻ പഠിപ്പിക്കും എല്ലാ പിള്ളേരും. അതിനുശേഷം ഞാൻ മദ്രാസിലേക്ക് തള്ളപ്പാട് ദേശീയ കച്ചേരി, NC വസന്തഗോപാലൻ കച്ചേരിക്കെല്ലാം വയലിൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കാലം സംഗീത ഫീൽഡിലിരുന്നപ്പോൾ എനിക്ക് കച്ചേരി വായിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഗുരുജിയും പറഞ്ഞു കച്ചേരിക്ക് വേണ്ടി ഞാൻ ഒരുപാട് സഭയ്ക്ക് കത്തൊക്കെ തരാഞ്ഞ് വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ അന്ന് ഒരു ആദരവ് കിട്ടിയില്ല. ഇപ്പം മ്യൂസിക് അക്കാഡമിയിൽ മിസ്റ്റർ രാഘവൻ ആണ് അന്നത്തെ സെക്രട്ടറി. അദ്ദേഹം എൻ്റെ ഗുരുനാഥനടുത്ത് വലിയ കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞു. ചിദംബരത്തിന് മദ്രാസിക്ക് വന്നാൽ ആ പാത്തുക്കരെന്നെല്ലാം പറഞ്ഞു. അത് നടന്നില്ല. എല്ലാ മാസം പഞ്ചമിക്ക് എന്നെ വിളിക്കും, അവിടെ പോവും. സാറിനേക്ക് അവ പക്കമ്പളത്തോടെ വന്നിട്ടാളെ തമ്പി ഇനി അടുത്ത മാസം. അങ്ങനെ ഒരു 6-7 മാസം എന്നെ ഇട്ട് അലപ്പിച്ചു. അവസാനം എനിക്ക് അത് വെക്സായിപ്പോയി. പിന്നെ ദേശീയ കച്ചേരി, സേലം ദേശീയൻ, പിന്നെ സാത്തൂർ സുബ്രഹ്മണ്യം, തഞ്ചാവൂർ നാണ, ഇവരുടെ കച്ചേരിക്കൊക്കെ ഞാൻ വായിക്കും. വലിയ കാര്യമാണ്. പക്ഷേ എന്തായാലും നമ്മൾ ഈ വയലിനിൽ എടുത്തുകൊണ്ട് അവർ വീട്ടിൽ പോയിട്ട് അവരോട് നിന്ന് അവർ പറയുന്നതെല്ലാം നമ്മൾ കേട്ട് ചെയ്യണം എന്ന് തോന്നുമ്പോൾ എനിക്ക് അതൊരു വൃത്തിയായിട്ട് ഇടപാടായിട്ടാണ് തോന്നിയത്. നമ്മൾ കഷ്ടപ്പെട്ട് സംഗീതം പഠിച്ചു, സംഗീതത്തിന് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ഇതെന്ത് ഫീൽഡാണ്. അപ്പോൾ ദേശീയരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമയിൽ വായിക്കാം എന്ന് തോന്നുന്നു. അതുവരെ ഞാൻ വയലിൻ വായിച്ചിട്ടില്ല, സിനിമയിൽ വായിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഭാഷാവാശി എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമഴിശ ആൾവാർ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം, എസ് വി വെങ്കട്ടരാമയ്യർ മ്യൂസിക്. അപ്പോൾ രാമനാഥയ്യരാണ് അന്നത്തെ മ്യൂസിക് ഡയറക്ടർ. ഇല്ല, G രാമനാഥൻ, എസ് വി വെങ്കട്ടരാമയ്യരുടെ അസിസ്റ്റന്റ് രാമനാഥൻ. അത് താടി ഇപ്പോൾ അയാൾ ഹിമാലയിലുള്ളത്. അദ്ദേഹം സുഖമില്ല. അപ്പോൾ എസ് വി വെങ്കട്ടരാമയ്യ ദേശീയർക്ക് ഒരു 5-6 பாட்டு இருக்கு, நீ அதை கொஞ்சம் டியூன் பண்ணி எனக்கு கொஞ்சம் ஹெல்ப் பண்ணி கொடு, நான் அதுக்கு என்ன வரேன்னு. അങ്ങനെ പാട്ടൊക്കെ പാടി. അപ്പോൾ ആ പാട്ടൊക്കെ ഞാൻ സ്വരപ്പെടുത്തി നന്നായിട്ട് പാടുകയും ചെയ്യും. അപ്പോൾ ദേശീയരോട് പാടിയപ്പോൾ നീ அந்த പാട്ടുക്ക് നീ വാശിക്കണം. അങ്ങനെയാണ് എനിക്ക് സിനിമയിലോട് ഒരു ചൂട് പിടിച്ചത്. അവരെന്നെ അന്ന് കാറ് വന്ന് വിളിച്ചിട്ട് പോയി ഭക്ഷണമൊക്കെ തന്ന് ചിട്ടയോട് കൂടി പിന്നെ വേണ്ട ആ റെസ്പെക്റ്റൊക്കെ ചോദിക്കുമ്പോൾ ഈ കച്ചേരി ലോകത്തെക്കാൾ അത് എനിക്ക് നന്നായി പിടിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ ഇറങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ജ്ഞാനസൗന്ദര്യ പടം ആരംഭിച്ച കാലം. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ 3rd അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ SV പറഞ്ഞേ, നീ இந்த ആലപ്പുഴയ്ക്ക് പോറിയാ, നീ ഒരു മ്യൂസിക് ചേർത്ത് കൂപ്പിടാ പോറിയാ, ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ബേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മൻകാരുണ്ടായിരുന്നു. അദ്ദേഹം ക്യാമറ ഡയറക്ഷൻ അദ്ദേഹമാണ്. അപ്പോൾ ആലപ്പുഴയ്ക്ക് ഞാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉദയ സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ പിന്നെ
അന്ന് പാലമൊന്നുമില്ല, ചങ്ങടത്തിൽ കയറ്റി അങ്ങോട്ട് ആ സമയം. അപ്പോൾ എനിക്ക് ആ കൊച്ചി ഭാഗത്ത് പോയപ്പോൾ കൊച്ചിൻ്റെ ആ ലാംഗ്വേജൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. ഇലയിട്ട് ചാട്, ഇലയിട്ട് ചാടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇലയെടുത്ത് കളയാൻ വേണ്ടി പറയുകയാണ്. ഈക്കിലി ബിരിയാണിയാന്ന് ഞാൻ പറഞ്ഞു. ഈക്കിലി ബിരിയാണിയോ, അത് ഈർക്കൽ കൊണ്ട് ബിരിയാണിയാന്ന് ചോദിച്ചു ഞാൻ. അല്ല, ഈ ദിക്കിൽ ഇപ്പോൾ വരികയാണോ എന്നുള്ളതാണ് വേഗത്തിൽ നമ്മുടെ സംഗീതത്തിൽ പറയുമല്ലോ, മൂന്നാം കാലം. അങ്ങനെ അത് കേട്ട് ഞാൻ രസിച്ചിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ കേരളക്കരയിൽ ഏറ്റവും വലിയ നാടകത്തിൽ പിന്നെ വായിക്കുന്ന വിദഗ്ധന്മാരെ അവർ ബുക്ക് ചെയ്ത്. ചമ്പക്കുളം കുഞ്ഞമ്മി, പിന്നെ കുറേ പരമദാസ്, ഇവരെല്ലാം 2 ചവിട്ട് ഹാർമോണിയം, ഒരു ക്ലാററ്റ്, ഒരു 4-5 ഫ്ലൂട്ട്, പിന്നെ ഗിറ്റാർ, മാൻഡലിൻ, വേണ്ടിയിട്ട് അവർ നേരത്തെ റിഹേഴ്സൽ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ അവിടെ പോയി കണ്ടക്ട് ചെയ്ത് പാട്ടെടുത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഹിന്ദി പാട്ട് എല്ലാം മലയാളത്തിൽ എഴുതി വെച്ചു. മേരാ മൗലവില്ല, ഞാനും വന്നു നിന്നു, ഇതാ പരിപാടി. അത് എല്ലാത്തിനും കഷ്ടം. ഓരോന്നും ഓരോരോ ശ്രുതി. അത് ശരി. ആ, ഒരു ചവിട്ട് ഹാർമോണിയം പെട്ടി 4.5 കെട്ട് ശ്രുതി, അയാൾക്ക് 4.5 കെട്ടേക്ക് വായിക്കാൻ പറ്റുള്ളൂ. മറ്റും പറഞ്ഞ് ഞാൻ വായിക്കത്തില്ല, അത് ആശാൻ വായിച്ചു. ഈ പാട്ട് ഞാൻ വായിച്ചു, അയാൾ 4 കെട്ടേക്ക് 4.5 ചേരുവാ, കഷ്ടമല്ലേ. ഫ്ലൂട്ട് ഓരോന്നും ഓരോരോ ശ്രുതി. മോഹന രാഗത്തിലാണെന്ന് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ അവൻ വായിക്കുന്നത് ബിലഗരി രാഗമാണ് വായിക്കുന്നത്. അപ്പം അവരെ പറഞ്ഞിട്ട് കുറ്റമില്ല, അവരുടെ പേരിട്ടിട്ട് നാടകത്തിലെ കുഞ്ഞപ്പി ക്ലാററ്റ് സ്പെഷ്യലായിട്ട് ഇന്ന് വായിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഹിന്ദി പാട്ടൊക്കെ വായിക്കും അയാൾ. സോൾറൻ എൻജോവ എന്നൊക്കെ വായിക്കും. ഒന്നും അത് കേൾക്കാൻ ആൾക്കാർ അന്നത്തെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ അവരെല്ലാം ബുക്ക് ചെയ്ത് എല്ലാം കൂടി 10-30 പേരുണ്ട്. 2 തബല, ഒരു ഡോലക്ക്, പിന്നെ ഇങ്ങനെയൊക്കെ മോർസൺ. അപ്പോൾ ചാക്കോച്ചൻ ആൾ പറഞ്ഞയച്ചു, പുതിയ മ്യൂസിക് ഡയറക്ടർ വരികയാണ്, അദ്ദേഹത്തിനെ നിങ്ങൾ വായിച്ചൊന്ന് കേൾപ്പിക്കണം. ഞാൻ ട്യൂൺ ചെയ്ത് അതിനെ പിന്നെ പിയാനോയിൽ മ്യൂസിക്കെല്ലാം ഇട്ട് പാട്ട് ആശാമോഹനമേ എന്നുള്ള പാട്ട്, പൊൻകുന്തം പേര് അംബുജം എന്നുള്ള പെണ്ണാണ് പാടിയത്. ആ, നന്നായിട്ട് പാടിയുള്ളൂ. അന്ന് ബേസ് ഉണ്ടാവില്ല, എല്ലാം ഷാർപ്പായിരിക്കും. അങ്ങനെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വരാൻ കാരണം അതാണ്. അതിനെ വിത്തിട്ടോന്ന് ഞാൻ. അതിന് മുമ്പ് ഒരു 4 മലയാള പടം വന്നിട്ടുണ്ട്. ജ്ഞാനാംബിക, ബാലൻ, ജ്ഞാനാംബിക, പിന്നെ നിർമ്മല, പിന്നെ വേറെ എന്തോ ഒരു പടം. അതെല്ലാം എന്ന രീതിയാണ്, അതിന് സംശയമില്ല. അപ്പോൾ ആ പാട്ടുകളിട്ട് അങ്ങനെ അതുപോലെ ചെയ്ത് ഒരു കാര്യം ചെയ്തിരിക്കും. ഇതിലാണ് എല്ലാ പാട്ടുകളും പുതുമയായിട്ട് ചെയ്തത്. പാട്ടെല്ലാം ഹിറ്റാണ്.